ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് ഹോപ്പണോപ്പണോ എന്ന് പറയുന്ന ഒരു ഹീലിംഗ് പ്രാക്ടീസിനെ കുറിച്ചാണ്. ഹോപ്പണോപ്പണോയെ കുറിച്ച് നിങ്ങൾ എല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ അതിന്റെ പൂർവ്വകാല കഥ കൂടി നമ്മൾ പറയണം. അതായത് ഇതിനൊരു ഏൻഷ്യൻ ഹിസ്റ്ററി കൂടിയുണ്ട്. ഇപ്പോൾ നമ്മൾ അറിയുന്നത് സെൽഫ് ഹീലിംഗ് വേണ്ടിയുള്ള ഒരു മെത്തേഡായിട്ടാണ് ഹോപ്പണോപ്പണോയെ അറിയപ്പെടുന്നത്. ഇതിനു മുമ്പ് ഏൻഷ്യൻ ടൈംസിൽ ഹവായൻ ഐലൻഡ്സിലെ ഹവായൻ കമ്മ്യൂണിറ്റി ഉപയോഗിച്ചിരുന്ന ഒരു ഹീലിംഗ് മെത്തേഡ് ആയിരുന്നു ഈ പറയുന്ന ഹോപ്പണോപ്പണോ എന്ന് പറയുന്നത്. ട്രഡീഷണലി അത് യൂസ് ചെയ്തിരുന്ന ഹവായൻ ഫാമിലീസും അവിടുത്തെ കമ്മ്യൂണിറ്റീസുമാണ്. അതായത് ആളുകൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ തീർക്കാനും അവർക്ക് ഹാർമണി, സൗഹാർദ്ദം പല രീതിയിൽ സൃഷ്ടിക്കാനും ഒക്കെ ആയിട്ട് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രാക്ടീസ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവർ വിശ്വസിച്ചിരുന്ന ഒരു കാര്യമുണ്ട്, ആളുകൾക്ക് വരുന്ന അസുഖങ്ങളും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ നമ്മുടെ മനസ്സിൽ ആരോടെങ്കിലുമുള്ള ദേഷ്യം, വിദ്വേഷം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇതൊക്കെ ആളുകൾക്ക് സംഭവിക്കുന്നതെന്ന് അവർ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവരൊരു രോഗത്തെ ശമിപ്പിക്കാനാണെങ്കിൽ പോലും ചെയ്യുന്നത് ഈ ഒരു ആളുകൾ തമ്മിലുള്ള പ്രശ്നങ്ങളെ സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. ഹോപ്പണോപ്പണോ എന്ന് പറയുന്ന ആ വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് ടു മേക്ക് ഇറ്റ് റൈറ്റ്, ശരിയാക്കുക, അല്ലെങ്കിൽ ടു കറക്റ്റ് ഇറ്റ്, ആ ഒരു മീനിങ് ആണ് വരുന്നത്. എല്ലാം ശരിയാക്കുക അല്ലെങ്കിൽ തെറ്റ് തിരുത്തുക, ടു കറക്റ്റ് എ മിസ്റ്റേക്ക്, അങ്ങനെയൊക്കെയാണ് ഈ ഹോപ്പണോപ്പണോ എന്ന് പറയുന്ന ആ ഒരു വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ട്രഡീഷണൽ ആയിട്ട് ഈ ഹവായൻ പ്രാക്ടീസ് എങ്ങനെയായിരുന്നു, ഇവരെങ്ങനെയാണ് ഈ ഹോപ്പണോപ്പണോ ചെയ്തിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാൻ ഒരു മീഡിയേറ്റർ എപ്പോഴും ഉണ്ട്. ഇപ്പൊ രണ്ടാളുകൾ തമ്മിലുള്ള ഒരു പ്രശ്നമാണെങ്കിൽ അതിനൊരു മീഡിയേറ്റർ എപ്പോഴും കാണും. അദ്ദേഹത്തിന്റെ പേര് കഹൂന എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അത് ഒരു ഹവായൻ പ്രീസ്റ്റ് ആണ്, അതായത് ഒരു മതപുരോഹിതൻ, ആ ഒരു രീതിയിൽ നമുക്ക് കാണാം. അദ്ദേഹമാണ് ഈ ഒരു മീഡിയേറ്റർ ആയിട്ട് ഇതിനു വേണ്ടി ഹീലിംഗ് പ്രോസസ്സിന് വേണ്ടി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അവിടെ പ്രേയേഴ്സ് ഉണ്ടായിരിക്കും, പ്രാർത്ഥനകൾ, അതുപോലെ കൺഫെഷൻസ്, അവരുടെ തെറ്റുകൾ ഏറ്റു പറയുക, അതേപോലെ തന്നെ അവർക്ക് എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കാം എന്നുള്ള ഡിസ്കഷൻസും ഒക്കെയാണ് ആ ഒരു ഹീലിംഗ് മെത്തേഡിൽ നടന്നുകൊണ്ടിരുന്നത്. ഇന്നത്തെ കാലത്തെ ഹോപ്പണോപ്പണോ മെത്തേഡിനെ കുറിച്ച് പറയുമ്പോൾ മറക്കാൻ പറ്റാത്തൊരു പേരെന്ന് പറഞ്ഞാൽ മോർണ സിമിയോണയുടേതാണ്. അവരാണ് ഇതിനെ ഇന്നത്തെ കാണുന്ന രീതിയിലുള്ള ഒരു മോഡേൺ ഹോപ്പണോപ്പണോ മെത്തേഡായിട്ട് കൺവേർട്ട് ചെയ്തത്. അതായത് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന സെൽഫ് ഹീലിംഗിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്തത് ഈ പറയുന്ന മോർണ സിമിയോണയാണ്. ഇന്ന് നമുക്ക് ഈ ഒരു സെൽഫ് ഹീലിംഗ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു മീഡിയേറ്ററിന്റെ ആവശ്യം ഇല്ല. ആ ഒരു മെത്തേഡാണ് ഇവർ മുന്നോട്ട് വെച്ചത്. അതുപോലെ തന്നെ ഇവർ പറഞ്ഞു വെക്കുന്ന മറ്റ് ഒരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും 100% റെസ്പോൺസിബിലിറ്റി നമ്മൾ തന്നെ ഏറ്റെടുക്കണം, എന്നിട്ട് അത് സ്വയം ഹീല് ചെയ്യണം. അതായിരുന്നു ഈ മോഡേൺ ഹോപ്പണോപ്പണോ മെത്തേഡ് വഴി മോർണ സിമിയോണ മറ്റുള്ളവർക്ക് തരുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. ഈ മോഡേൺ ഹോപ്പണോപ്പണോ മെത്തേഡിനെ കുറിച്ച് പറയുമ്പോൾ മോർണ സിമിയോണയുടെ പോലെ തന്നെ ഒരുപക്ഷെ അതിനേക്കാളും കൂടുതൽ നമ്മൾ കേട്ടിട്ടുള്ള ഒരു പേരായിരിക്കും ഡോക്ടർ ഹ്യൂ ലെൻസിൻ്റെത്. ഈ ഡോക്ടർ ഹ്യൂ ലെൻസ് എന്ന് പറയുന്നത് ഈ മോർണ സിമിയോണയുടെ സ്റ്റുഡന്റ് ആണെന്ന് പറയാം. അവരുടെ വർക്ക്ഷോപ്പുകൾ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇദ്ദേഹം ഒരു സൈക്കോളജിസ്റ്റ് ആണ്. എപ്പോഴാണ് ഇദ്ദേഹം ഈ ഒരു മെത്തേഡുമായിട്ട് ഈ ലോകത്തിൽ അറിയപ്പെട്ടത് എന്ന് ചോദിച്ചാൽ, ഹവായൻ ഐലൻഡിലുള്ള ഹവായൻ സ്റ്റേറ്റ് ഹോസ്പിറ്റൽ ഉണ്ട്. അതായത് മെന്റലി ഇല്ലായിട്ടുള്ള ആളുകളെ താമസിപ്പിച്ചിരിക്കുന്ന ഒരു ഹോസ്പിറ്റലാണത്. മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള ക്രിമിനൽസ് ആണ് ആക്ച്വലി അവിടെ ഉള്ളത്. ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് ഈ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഹ്യൂ ലെൻസിനെ പോസ്റ്റ് ചെയ്യുകയുണ്ടായി. അവിടെ സ്റ്റാഫുകൾ പോലും പോവാൻ മടിക്കുന്ന ഈ ഒരു ക്രിമിനൽസ് ഉള്ള, അതും മെന്റലി ഇൻസൈൻ ആയിട്ടുള്ള ക്രിമിനൽസ് ഉള്ള ഈ ഒരു വാർഡിലേക്കാണ് ഇദ്ദേഹത്തിനെ പോസ്റ്റ് ചെയ്യുന്നത്. ഈ ഡോക്ടർ ലെൻസ് എന്ന് പറയുന്ന വ്യക്തി ഒരു ഹവായൻ പ്രാക്ടീഷണറും അതുപോലെ തന്നെ അദ്ദേഹം ഒരു സ്പിരിച്വൽ ടീച്ചറും കൂടിയാണ്. അദ്ദേഹം വ്യക്തിപരമായിട്ട് ഈ ആളുകളെ, അതായത് ഈ രോഗികളെ പോയി കാണാതെ അവരെ ഹീല് ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹം ഇത്രയും ഫേമസ് ആവാനുള്ള കാരണം. അതിനുവേണ്ടി അദ്ദേഹം ഉപയോഗിച്ചത് ഈ സെൽഫ് ഹീലിംഗ് ആയിട്ടുള്ള ഹോപ്പണോപ്പണോ മെത്തേഡാണ്. സാധാരണ സൈക്കോളജിസ്റ്റുകൾ ചെയ്യുന്നത് പോലെ ഒരു കൺവെൻഷണൽ തെറാപ്പിയോ കൗൺസിലിങ്ങോ ഒന്നും തന്നെ അദ്ദേഹം പേഷ്യൻസിന് കൊടുത്തില്ല. പേഷ്യൻസിനെ കാണാൻ പോയത് പോലുമില്ല. പകരം അദ്ദേഹം സെൽഫ് ഹീലിംഗിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. അദ്ദേഹം പേഷ്യൻസിനെക്കാളും സ്വന്തം കാര്യത്തിലാണ് ശ്രദ്ധിച്ചത്. സ്വന്തമായി ഹീല് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റിയും അദ്ദേഹത്തിന്റെ സബ് കോൺഷ്യസ് മൈൻഡിനെയും ക്ലെൻസ് ചെയ്യുന്നതിലൂടെ അദ്ദേഹത്തിന്റെ സറൗണ്ടിങ്സ്, അദ്ദേഹത്തിന് ഉള്ള ചുറ്റുപാടുകൾ കൂടി പോസിറ്റീവ് ആക്കാൻ പറ്റും എന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചിരുന്നു. ആ ഒരു മെത്തേഡാണ് ഹോപ്പണോപ്പണോയിലൂടെ അദ്ദേഹം പ്രാക്ടീസ് ചെയ്തത്. അദ്ദേഹം
എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രോസസ്സിൽ ചെയ്തതെന്ന് പറയാം. ഒന്നാമതായിട്ട് അദ്ദേഹം ചെയ്തത് അദ്ദേഹത്തിന്റെ പേഷ്യൻസിന്റെ എല്ലാം കേസ് ഫയലുകൾ അദ്ദേഹം എടുത്ത് പഠിച്ചു. അപ്പൊ ഇത് വായിക്കുന്ന സമയത്ത് ഓരോ വ്യക്തിയെക്കുറിച്ചും അദ്ദേഹം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് വേണ്ടി ഹോപ്പനോപ്പനോ പ്രയർ അല്ലെങ്കിൽ ഈ ഹോപ്പനോപ്പനോ മെത്തേഡ് സ്വയം പ്രാക്ടീസ് ചെയ്തു. ഓരോ ഫയലും വായിക്കുമ്പോൾ അദ്ദേഹത്തിനുണ്ടാകുന്ന ഇമോഷൻസിനെ മനസ്സിലാക്കിക്കൊണ്ട് ഈ ഹോപ്പനോപ്പനോ മെത്തേഡ് അദ്ദേഹം പ്രാക്ടീസ് ചെയ്തു. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അദ്ദേഹം മോർന സിമിയോണയുടെ പോലെ തന്നെ അദ്ദേഹം ഈ ഒരു കാര്യം 100% വിശ്വസിച്ചിരുന്നു. അതായത് നമ്മുടെ ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും 100% റെസ്പോൺസിബിലിറ്റി നമ്മൾ തന്നെ ഏറ്റെടുക്കണം എന്നുള്ളതായിരുന്നു അദ്ദേഹം വിചാരിച്ചിരുന്ന കാര്യം. അപ്പൊ അദ്ദേഹത്തിന്റെ ഉള്ളിലെ എന്തോ ഒരു പ്രശ്നം മൂലമായിരിക്കും അദ്ദേഹത്തിന്റെ സറൗണ്ടിങ്സും നെഗറ്റീവ് ആവുന്നതെന്ന് അദ്ദേഹത്തിന് തോന്നിയപ്പോഴാണ് അദ്ദേഹം എന്ത് ചെയ്യാൻ തുടങ്ങിയത്, ഈ പറയുന്ന സെൽഫ് ഹീലിംഗ് മെത്തേഡ് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. മൂന്നാമതായിട്ട് അദ്ദേഹം ചെയ്തതെന്ന് പറഞ്ഞാൽ 4 ഫ്രൈസസ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഒന്നാമത്തേത് ഐ ആം സോറി. ഒരു തെറ്റ് പറ്റുമ്പോഴാണല്ലേ നമ്മൾ സോറി പറയുന്നത്. അത് എന്തിനു വേണ്ടിയാണ് അദ്ദേഹം ആ ഒരു സമയത്ത് ഉപയോഗിച്ചത് എന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിന്റെ പേഷ്യൻസിന്റെ സഫറിങ്ങിന് ഏതെങ്കിലും കാരണവശാൽ അൺകോൺഷ്യസ് ആയി, നമ്മളിപ്പം കോൺഷ്യസ് ആയിട്ട് ചെയ്യുന്നതായിരിക്കില്ല, എന്തെങ്കിലും അൺകോൺഷ്യസ് ആയിട്ട് നമ്മളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടിയാണ് അദ്ദേഹം ആദ്യം തന്നെ ഐ ആം സോറി എന്നുള്ള ഫ്രേസ് ഉപയോഗിച്ചത്. രണ്ടാമത് പ്ലീസ് ഫോർഗിവ് മീ, എന്നോട് ക്ഷമിക്കണം. അതെന്തിനാണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് ഏതെങ്കിലും സബ് കോൺഷ്യസ് മെമ്മറീസ് ഇവരെ അഫക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി അദ്ദേഹം അവിടെ ഫോർഗീവ്നെസ് ആഗ്രഹിച്ചത്. അതിനുവേണ്ടിയാണ് ഫോർഗീവ് ചെയ്യണമെന്ന് പറഞ്ഞത്. മൂന്നാമത് അദ്ദേഹം പറഞ്ഞത് താങ്ക് യു. ഈ ഒരു ഹീലിംഗ് പ്രോസസ്സ് ചെയ്യാൻ പറ്റിയതിന് അദ്ദേഹം താങ്ക് യു പറയുന്നു. നാലാമത് ഐ ലവ് യു. ആ സിറ്റുവേഷനിലേക്ക് അദ്ദേഹം തന്റെ സ്നേഹം അറിയിക്കുകയാണ്. അപ്പോ 4 ഫ്രേസസ് ആണ് ഉപയോഗിച്ചത്. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഇത് ഏത് സിറ്റുവേഷനിൽ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്ന 4 ഫ്രേസസ് ആണ്. അദ്ദേഹം ഇത് ഹീലിംഗിന്, പേഷ്യൻസിന്റെ ഹീലിംഗിന് ഉപയോഗിച്ചു. നമുക്ക് നമ്മളുടെ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടും ഇതിനെ ഉപയോഗിക്കാൻ പറ്റും. ഇനി ഈ ഒരു കാര്യം അദ്ദേഹം ചെയ്തത് കൊണ്ട് അദ്ദേഹത്തിന് ലഭിച്ച റിസൾട്ട്സ്, എപ്പോഴും ആളുകൾ റിസൾട്ടിലേക്കാണല്ലോ നോക്കുന്നത്. ആ ഒരു റിസൾട്ട് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള റിസൾട്ട് ആയിരുന്നു അദ്ദേഹത്തിന് കിട്ടിയത്. ഹൈലി മെഡിക്കേറ്റഡ് ആയിരുന്ന പേഷ്യൻസ്, ഒരുപാട് ഉയർന്ന അളവിൽ മെഡിസിൻസ് കഴിച്ചിരുന്ന പേഷ്യൻസ് എല്ലാവരും തന്നെ ഗ്രാജുവലി നോർമൽ ആകാൻ തുടങ്ങി. അവര് വളരെ വളരെ ഇംപ്രൂവ്ഡ് ആയി മാറി. അതുപോലെ തന്നെ വയലന്റ് ആയിട്ടുള്ള ഇൻസിഡൻസ് അവിടെ കുറയാൻ തുടങ്ങി. എപ്പോഴും പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന ഒരു ഹോസ്പിറ്റലായിരുന്നു. ഇവര് തമ്മിലുള്ള വഴക്ക്, പ്രശ്നങ്ങളെല്ലാം എപ്പോഴും ഈ രോഗികൾ തമ്മിൽ തന്നെ പ്രശ്നങ്ങളായിരുന്നു. ഇതെല്ലാം തന്നെ ഗ്രാജുവലി വളരെയധികം കുറയാൻ തുടങ്ങി. ഇൻക്യൂറബിൾ ആണെന്ന് പറഞ്ഞിരുന്ന രോഗികളെ പോലും ഡിസ്ചാർജ് ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റി. വളരെ പേടിച്ച് ആ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്റ്റാഫുകൾ വളരെ സമാധാനത്തോടെ എൻജോയ് ചെയ്ത് അവരുടെ ജോലികൾ ചെയ്യാൻ തുടങ്ങി. ഇതെല്ലാം തന്നെ അദ്ദേഹം ഈ ഹോപ്പനോപ്പനോ മെത്തേഡ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയതിനു ശേഷം അവിടെ സംഭവിച്ച മാറ്റങ്ങളാണ്. അതും ഒരുപാട് കാലം എടുത്തൊന്നുമല്ല ഈ ഒരു മാറ്റങ്ങൾ ഉണ്ടായത്. അതാണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇവിടെ അദ്ദേഹം ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തത് സെൽഫ് ഹീലിംഗിലേക്കാണ്. സ്വയം ഹീൽ ചെയ്യുക, അതിലൂടെ ചുറ്റുപാടുകളും ഹീൽ ചെയ്യുക, അവനവന്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് 100% റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക. അതുപോലെ തന്നെ മറ്റൊരാളെ ഹീൽ ചെയ്യാൻ വേണ്ടി ഒരു ഡയറക്റ്റ് ഇന്റർവെൻഷന്റെ ആവശ്യമില്ല എന്നുകൂടി അദ്ദേഹം ഇവിടെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഹോപ്പനോപ്പനോ മെത്തേഡിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഈ ഓരോ കാര്യങ്ങൾക്കും ലൈഫിൽ നമുക്ക് ഹോപ്പനോപ്പനോ നമുക്ക് മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും. ജോലിക്കായിട്ട്, നല്ല റിലേഷൻഷിപ്പിനായിട്ട്, എല്ലാ കാര്യങ്ങൾക്കും, നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഹെൽത്തിനായിട്ടൊക്കെ പറ്റും. ഓക്കെ, അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം. ഹോപ്പനോപ്പനയെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയാൻ താല്പര്യമുള്ളവർ കമന്റ് ആയിട്ടിട്ടാൽ മതി, ഞാൻ അതിന് മറുപടി തരാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.